പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ യുവാവ് താമരശ്ശേരി ചുരത്തിൽ നിന്നും കൊക്കയിലേക്ക് ചാടി. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി ഷഫീഖാണ് ചാടിയത്. ഷഫീഖ് സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും പോലീസ് MDMA കണ്ടെത്തിയിട്ടുണ്ട്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ചുരത്തിൽ നിന്നും യുവാവ് ചാടിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? എത്ര ഗ്രാം MDMA ആണ് കണ്ടെത്തിയത്? ഈ യുവാവിനെ എങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടോ? സ്മൃതി, വയനാട് ചുരത്തിൽ താമരശ്ശേരി ചുരത്തിൽ 9ാം വളവ് വ്യൂ പോയിന്റിന് സമീപത്ത് വെച്ചാണ് യുവാവ് കൊക്കയിലേക്ക് ചാടിയത്. പോലീസ് ഇവിടെ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വയനാട് ചുരത്തിന്റെ കവാടത്തിന് സമീപം പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് ആ കാറിൽ വന്ന മലപ്പുറം തിരൂർ സ്വദേശിയായ ഷഫീഖിനെ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. പോലീസിനെ കണ്ട് വാഹന പരിശോധനയ്ക്കിടെ പരിഭ്രാന്തരായ ഈ യുവാവ് ഈ റോഡിലൂടെ ചുരത്തിന് സമീപത്തേക്ക് ചുരത്തിന് സമീപത്ത് നിന്ന് താഴോട്ടേക്ക് ചാടുകയായിരുന്നു. പോലീസ് ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 24-ാം തീയതി മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് 90 ഗ്രാം MDMA പിടിയിലായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായ ഷഫീഖാണ്. ഷഫീഖിന്റെ വാഹനത്തിൽ നിന്ന് 10 ഗ്രാം MDMA ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു. പോലീസ് ഇപ്പോൾ ചുരത്തിന് സമീപത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയുണ്ട്. ആ ഭാഗത്ത് ചുരത്തിൽ നിന്ന് താഴോട്ടുള്ള ഭാഗത്ത് താഴെയുള്ള 5ാം വളവിനും 6ാം വളവിനും ഈ തൊട്ടടുത്ത ഭാഗത്ത് തന്നെ ആൾ ഉണ്ട് എന്നാണ് പോലീസിന് സംശയമുള്ളത്. നേരത്തെ, അതായത് അടിവാരം ഭാഗത്ത് പോലീസ് തിരച്ചിൽ പരിശോധന നടത്തിയിരുന്നു. ഗോവിന്ദസ്വാമിക്കായിട്ടുള്ള തിരച്ചിൽ അതിർത്തികളിൽ കർശനമാക്കുന്നതിനിടയിലാണ് ഈ വയനാട് ചുരത്തിന്റെ കവാടത്തിന് സമീപത്ത് വെച്ച പോലീസ് പരിശോധനയ്ക്കിടെ ഈ യുവാവ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചുരത്തിന് താഴോട്ടുള്ള ഭാഗത്തേക്ക് ചാടുകയും ചെയ്തത്. ഈ 9ാം വളവ് വ്യൂ പോയിന്റിന് സമീപത്തുള്ള പ്രദേശത്ത് പോലീസ് ഇപ്പോൾ വിശദമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ, ഇടതിങ്ങിയ വലിയ വനമേഖലയായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നതിന് പോലീസിന് പരിമിതികളുണ്ട്. പക്ഷേ ഡ്രോൺ ഉപയോഗിച്ച് ആ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം ഫയർഫോഴ്സും വനം വകുപ്പും ഈ മേഖലയിൽ ഇയാൾക്കുള്ള തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും യുവാവിനുള്ള തിരച്ചിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യുവാവിൽ നിന്നും MDMA കണ്ടെത്തിയപ്പോൾ പെട്ടെന്ന് പോലീസ് പിടികൂടാതിരിക്കാൻ ചാടുകയായിരുന്നു, കൊക്കയിലേക്ക് ചാടുകയായിരുന്നു. ദീപക്, ഇയാൾ ഒറ്റയ്ക്കായിരുന്നു വാഹനത്തിൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയുന്ന കാര്യം? ഈ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി ഷഫീഖാണ് എന്നെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വണ്ടിയിലെ രേഖകളിൽ നിന്ന് അല്ലേ? സ്മൃതി, അതായത് കഴിഞ്ഞ ഫെബ്രുവരി 24-ാം തീയതി മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ 96 ഗ്രാം MDMA ഇയാൾ പിടിയിലായിരുന്നു. ഇന്ന് ഈ മേഖലയിൽ പോലീസ് പരിശോധന നടത്തുന്നതിനിടെയാണ് ഇയാൾ പോലീസിനെ കണ്ട് പരിഭ്രമിക്കുകയും ഈ റോഡിലൂടെ ഓടി ഈ ചുരത്തിന് മുകളിൽ നിന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭാഗത്തോടു കൂടിയാണ് ഇയാൾ താഴോട്ടേക്ക് ചാടിയത്. ഈ തൊട്ട് താഴെ കാട് വകഞ്ഞു മാറ്റിയ പ്രദേശം കാണാം. ഇതിലൂടെ താഴോട്ടേക്ക് ഊർന്നിറങ്ങുകയും ഏകദേശം 400 മീറ്ററോളം പോലീസ് ഇയാളെ കണ്ടു. പക്ഷേ തൊട്ടു പുറകെ പോലീസ് സംഘം ചാടിയെത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. മുകൾ ഭാഗത്ത്, അതായത് വയനാട് ചുരത്തിന്റെ താമരശ്ശേരി ചുരത്തിന്റെ മുകൾ ഭാഗത്തുള്ള ആ പ്രദേശത്ത് ഓറിയന്റൽ കോളേജിന് സമീപത്തുള്ള കുന്നിന് മുകളിലും ഫയർഫോഴ്സും വനം വകുപ്പും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ മേഖലയിലൂടെ ഇയാൾ ചുരത്തിലെങ്ങാനും റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി ചുരത്തിൽ അടിവാരം പോലീസും ഒപ്പം ഹൈവേ പോലീസും പട്രോളിംഗ് നടത്തുന്നുണ്ട്.